എല്ലാവർക്കും നമസ്കാരം. ആത്മീയതയെക്കുറിച്ച് ഉള്ള എൻ്റെ ചെറിയൊരു വീക്ഷണം നിങ്ങളുമായി പങ്കുവച്ചാലോ? നിങ്ങൾക്കറിയുമോ എന്തിനാണ് നമ്മൾ ഈ ലോകത്ത് വന്നതെന്ന്? അതിൻ്റെ കാരണം ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയില്ല എങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ജന്മകാരണം കണ്ടുപിടിക്കുക തന്നെ വേണം. പല വഴികളുണ്ട് നമ്മളെ കണ്ടെത്താൻ. നമ്മളെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ. ഈ ലോകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ തന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ആന്തരിക ശക്തി കണ്ടെത്തണമെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് യു-ടേൺ ചെയ്ത് നോക്കണം. ആ അപാരമായ ശക്തിയെ കണ്ടെത്താൻ കഴിയും. ഈശ്വരൻ എല്ലാവരിലുമുണ്ട്. ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആത്മചൈതന്യമാണ് ഈശ്വരൻ എന്നറിയുക. ഭഗവാനിൽ നിന്നും വിട്ടു നിൽക്കാൻ ആർക്കും കഴിയില്ല. അതിസൂക്ഷ്മമായതുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനും കഴിയില്ല. പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ ഈ ശരീരത്തോടു കൂടി ഭഗവാനെ അറിയാനും അനുഭവിക്കാനും കഴിയും. ആത്മാവിനെ അറിയാൻ പല മാർഗങ്ങളുണ്ടെങ്കിലും നമ്മൾ ശരിയായ പാതയിൽ ആണെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോഴേ തിരിച്ചറിയാൻ കഴിയൂ. മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം കളയാതെ നമ്മുടെ വ്യക്തിവികാസത്തിന് ഒരല്പം സമയം കണ്ടെത്തുക. ഗുരുവിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഗുരുവിൽ പൂർണ്ണ സമർപ്പണം വേണം. ഗുരുവിൻ്റെ രീതി നിങ്ങളുടെ ചിന്തയുമായി യോജിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മാനസികമായി യോജിക്കാൻ പറ്റാത്തതാണെങ്കിൽ ഒരിക്കലും അതിലിരുന്ന് സമയം കളയരുത്. അങ്ങനെ ഗുരുവിനെ തിരഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ധ്യാനത്തിൽ കൂടി നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിച്ച് സച്ചിന്തകൾ കൊണ്ട് ദുഷ്ചിന്തകളെ അറിഞ്ഞു ഒഴിവാക്കുക. ശൂന്യതയിൽ നിന്ന് പെട്ടെന്ന് വളരാൻ കഴിയും. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആത്മീക വികാസമുണ്ടായി താനേ ഗുരുവിനെ ലഭിക്കും. അല്ലെങ്കിൽ ഗുരു നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രത്യക്ഷപ്പെടും. അതിൽ യാതൊരു സംശയം വേണ്ട. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി വയ്ക്കണം. എൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണിത്. ഇതാണ് ഞാൻ എൻ്റെ ആത്മീക യാത്രയിൽ കണ്ടെത്തിയ സത്യം. ഗുരുക്കന്മാരിൽ നിന്നും അറിവുകൾ നേടി എന്നെ തന്നെ ശ്രദ്ധിച്ച് ധ്യാനത്തിൽ കൂടി കണ്ടെത്തുകയാണ് ചെയ്തത്. ഓർക്കുക, ആത്മീയത നിങ്ങളെ തിരിച്ചറിയാനുള്ള മാർഗമാണ്. നിങ്ങളെ കണ്ടെത്താൻ നിങ്ങൾക്ക് മാത്രമാണ് സാധിക്കുക. ശരിയായ പാത അറിവിൽ കൂടി കണ്ടെത്തേണ്ടതും ആണ്. പണം കൊടുത്ത് നേടേണ്ട അറിവല്ല ആത്മജ്ഞാനം. ഇത് ഒരു സംസ്കാരമാണ്. അതിൽ കൂടി നേടിയെടുക്കേണ്ടതുമാണ്. അറിവിൻ്റെ അഭാവം കൊണ്ട് മാത്രമാണ് പിന്നീട് ഇത് നഷ്ടപ്പെട്ടു പോയത്. ഗുരുവിനോട് എപ്പോഴും ആദരവുണ്ടായിരിക്കണം. അതാണ് ഗുരുദക്ഷിണ. നമ്മൾക്ക് നേർവഴി കാണിച്ചു തന്നതിനുള്ള ബഹുമാനവും നന്ദിയും എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഹൃദയത്തിൽ നിന്നുമായിരിക്കണം. ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിക്ക് മാത്രമേ ശരിയായ രീതിയിൽ നയിക്കാൻ കഴിയൂ. ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടു പോകുന്നതിന് മുമ്പ് അറിയുക ആ നഗ്നമായ സത്യത്തെ. എല്ലാവർക്കും അതിനുള്ള കഴിവും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.